afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Okay, എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? അടിച്ചുപൊളിച്ചോ? നന്നായിരുന്നു മാം. അപ്പൊ നമ്മള് വീണ്ടും പഠിക്കാൻ തുടങ്ങിയല്ലേ? ഇപ്പൊ നമ്മള് എവിടം വരെ എടുത്ത് നിർത്തിയിരിക്കുന്നത് ഓർമ്മയുണ്ടോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആദ്യത്തെ പ്രത്യേകിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യേണ്ടതില്ല. അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. മാർക്കറ്റിൽ പോയി എല്ലാവരും എപ്പോഴും പർച്ചേസ് ചെയ്യുന്നതാണ് അല്ലെ സാധനങ്ങളൊക്കെ. അപ്പൊ അതില് ഉള്ള സ്ട്രാറ്റജീസും നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്. വളരെ എന്താ പറയാ, ലാസ്റ്റ് അവിടെയൊക്കെ ആയതുകൊണ്ട് വളരെ ഗൂഢിയായിട്ടൊന്നും ഇരിക്കരുത്, റെസ്പോണ്ട് ചെയ്ത് പോവാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗിന്റെ തന്ത്രങ്ങളാണ് അല്ലെ. പൊതുവേ നമുക്കറിയാം, മാർക്കറ്റിംഗിൽ ചെല്ലുമ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മള് എന്താ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവര് ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം കൂട്ടിയിട്ട് വിൽക്കാനായിട്ട് അല്ലെ ഒരു പൈസ എന്താ പറയാ, നിശ്ചിത പൈസക്ക് തന്നെ രണ്ടെണ്ണം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു മൈൻഡിലേക്ക് തന്നെ സാധനങ്ങള് നമുക്ക് അവൈലബിൾ ആക്കി തരും. അതല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളും തൂക്കം കൂടുതലാണ് എന്നുള്ള രീതിയിൽ സാധനങ്ങൾ ലഭ്യമാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രൈസും അല്ലെ പ്രൊഡക്റ്റും അത് തമ്മില് അതിലെന്തെങ്കിലും ഞാൻ വോയിസ് ഇങ്ങോട്ടേക്ക് തന്നു. ഓക്കെ, അപ്പോ എന്താണ് അങ്ങനെ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് അല്ലെ. മാർക്കറ്റിൽ അങ്ങനെയാണ് വിൽപ്പന ചെയ്യുന്നത്. അപ്പൊ ആ വിൽപ്പന നടത്തുന്നതിന്റെ ആ തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ്, നമ്മളത് കണ്ടതാണ് അല്ലെ. ഉപഭോക്താക്കളിൽ നിന്നാണ് നല്ലൊരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Once the target segment of consumers is identified and their requirements evaluated, working out the strategies is the next step. Okay, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെ. ഒരു തന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു മൈൻഡിൽ ഏതൊരു വിൽപ്പനക്കാരും അവരുടെ തന്ത്രങ്ങൾ മൈൻഡിൽ ഉണ്ടാവും. അതനുസരിച്ചിട്ട് ഓരോ കസ്റ്റമേഴ്സിനെയും മീറ്റ് ചെയ്തനുസരിച്ചിട്ട് അവരിൽ നിന്ന് എന്തായിരിക്കും ഗുണമേന്മയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്ന വ്യക്തിയാണോ, അതല്ലെങ്കിൽ സാമ്പത്തികം ഇച്ചിരി മോശമുള്ള വ്യക്തിയാണോ, അവരെ കണ്ടീഷൻ കണ്ടുകൊണ്ട് സാധനങ്ങൾ അവർക്കായിട്ട് ഇതെടുത്തോ അല്ലെങ്കിൽ ഇതിനെതിരെ നല്ല ഗുണമുണ്ട് അല്ലെ, ആ ഒരു മൈൻഡിൽ തന്നെ ക്യാച്ച് ചെയ്തിട്ടായിരിക്കും അവര് സാധനങ്ങളൊക്കെ വിപണനം ചെയ്യുന്നത്. അപ്പൊ ആ സ്ട്രാറ്റജീസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, സെക്കൻഡ് വൺ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ പ്ലേസ് സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. മാർക്കറ്റിംഗ് മിക്സ്. The mixing of 4 strategies for a successful marketing program and for the containment of the chosen consumer segment is called the marketing mix. Okay, so അവരുടെ സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ നമ്മൾ മേടിക്കണമെങ്കിൽ നമുക്ക് ആ സാധനങ്ങളോടൊരു തൃപ്തി വേണം അല്ലെ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ മാത്രമേ നമ്മളത് മേടിക്കുള്ളൂ. ശരിയാണോ? നമ്മളൊരു 50 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് മൂല്യമുള്ള സാധനങ്ങളായിരിക്കണം നമുക്ക് ലഭ്യമാകേണ്ടത്, എങ്കിലല്ലേ പർച്ചേസ് ചെയ്യുള്ളൂ. അതെ അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The mixing of 4 strategies for a successful marketing program and for the containment of the chosen consumer segment is called the marketing mix. അപ്പൊ ഈ 4 കാര്യങ്ങൾ അപ്പൊ അവര് ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മുമ്പിലേക്ക് നീക്കുകയാണ്, നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് ലഭ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാം ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചില വസ്തുക്കൾ മേടിക്കേണ്ടതായിട്ട് വരും. കാരണം അത് ആ സാഹചര്യത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഹൈ കോസ്റ്റ് ആണെങ്കിൽ കൂടി നമ്മളത് മേടിക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസിൽ പ്രൈസ് പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. പ്രൊമോഷൻ സ്ട്രാറ്റജീസ്, പ്രൈസിങ് സ്ട്രാറ്റജി, എന്തായാലും അതിന് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പ്രൈസിങ് സ്ട്രാറ്റജീസ് അവർ പറയുന്ന വില നമുക്ക് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അതിന്റെ ആ ഒരു മിക്സ്, ആ ഒരു മിക്സേഷൻ ആണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്.
കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലെ. അവിടെയുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെയും സംതൃപ്തി അത് ആവുന്നുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും സാധനങ്ങൾ അവര് സാധാരണയായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. The mixing of 4 strategies of our successful marketing program. ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 4 സ്ട്രാറ്റജീസിന്റെ മിക്സിംഗ് അവിടെ ആവശ്യമാണ്. And for the containment of the chosen consumer segment is called the marketing mixing. Marketing mix അനുസരിച്ചിട്ട് ആണ് ആ കൺസ്യൂമർ വിഭാഗം അവരുടേതായിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുന്നത്. അവർക്ക് സംതൃപ്തിയുള്ള സാധനങ്ങൾ ഈ സെഗ്മെന്റ് ഒക്കെ വെച്ചാലും അല്ലെ, അവര് പ്രൈസ് പറയുമ്പോഴും പ്രോഡക്റ്റ് അവതരിപ്പിക്കുമ്പോഴും അനുയോജ്യമായ പ്രോഡക്റ്റിന് അനുയോജ്യമായ വില ലഭ്യമാക്കിയിട്ടാണ് ഓരോ കസ്റ്റമേഴ്സും അവരുടെ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സ്വന്തമാക്കുന്ന ആ ഒരു സ്ട്രാറ്റജീസിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. 4 പീസ് ഓഫ് സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്. അതേതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ. മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, അതിലേതൊക്കെ സ്ട്രാറ്റജീസ് പെടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നാൽ മനസ്സിലാക്കാം. 4 സ്ട്രാറ്റജീസ് ആണ് മാർക്കറ്റിംഗ് മിക്സിൽ പെടുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്. എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നോക്കാം. ഡിസിഷൻ അബൌട്ട് ദ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. എന്താണ് ഒരു പുതിയ പ്രോഡക്റ്റിന്റെ വികസനം. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിസിഷനിലേക്ക്, ഈ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൽ വരുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് ഒരു കൺസ്യൂമർ ആരാണോ ആ കൺസ്യൂമറിന് ആവശ്യം എന്താണോ അല്ലെ, അത് ആ ഉപഭോക്താവിന്റെ ആവശ്യം അനുസരിച്ചിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സേവനങ്ങൾ അത് ലഭ്യമാകുമ്പോഴാണ് അവിടെ ആ പ്രൊഡക്റ്റ് വിജയിക്കുള്ളൂ അല്ലെ. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ പ്രൊഡക്റ്റുകൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഉപഭോക്താക്കൾ ഉണ്ടാവാം. വരില്ലേ വേണം അല്ലെ. എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അത്രയും സാധനങ്ങൾ മേടിക്കാനുള്ള പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കൺസ്യൂമർ അവിടെ ഉണ്ടെങ്കിലാണ് ആ പ്രൊഡക്റ്റ് വിജയിക്കുള്ളൂ അല്ലെ. അപ്പൊ അവിടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ, റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്, ഉണ്ടാക്കിയ അത്ര സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള ഓഡിയൻസ് അവിടെ ഉണ്ടായിരിക്കണം. Product strategy consists of quality, product, package, design, brand names, research and development. Okay, product strategy അപ്പൊ എല്ലാ കാര്യങ്ങളും വിടും അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ആ വിപണനം ചിലപ്പോൾ നടന്നു വരില്ല അല്ലെ. കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാക്കേജിങ് കാര്യങ്ങളും നിറവും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ബ്രാൻഡ് നെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അവര് മേടിക്കുള്ളൂ അല്ലെ. അതേസമയം മുതിർന്നവർക്കാണെങ്കിൽ കുട്ടികളുടെ മാത്രം പാക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവര് ഗുണമേന്മയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ ഇല്ലേ. വേരിയേഷൻ ഇല്ലേ? അതിനൊരു വ്യത്യാസം ഉണ്ടാവൂലേ? കുട്ടികളെ പോലെ ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് മുതിർന്നവര് പർച്ചേസ് ചെയ്യാം? അല്ല, അവര് അതിന്റെ ക്വാളിറ്റിയും സാധനങ്ങളും ഈട് നിൽക്കുമോ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യമുണ്ടോ ഉണക്കാൻ നോക്കിയിട്ടാണ് മുതിർന്നവര് പർച്ചേസ് ചെയ്യുന്നത്. അതേസമയം കുട്ടികളുടെ സാധനത്തിനകത്ത് ഈട് നിൽക്കുമോ എന്നൊക്കൊന്നും അവര് നോക്കൂല അല്ലെ. അവരതിന്റെ ഭംഗിയും ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പാരന്റ്സ് എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവര് കേൾക്കുന്നു വരില്ല അല്ലെ. അവർക്ക് ഗുണമേന്മ എന്നല്ല, അവരുടെ മൈൻഡിൽ കുറെ പാക്കേജും ഡിസൈനും ബ്രാൻഡ് നെയിമും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതനുസരിച്ചിട്ടായിരിക്കും അവര് പർച്ചേസ് ചെയ്യും. അപ്പൊ പ്രോഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇതെല്ലാം പെടുന്നതാണ്. എന്തൊക്കെ പെടും? ക്വാളിറ്റി പെടുന്നുണ്ട്, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഗവേഷണ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിന് ഉത്പാദിപ്പിക്കുമ്പോൾ കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ കുറെ വികസന പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് രൂപകൽപ്പന ചെയ്യും. Then the aim of a product strategy is to evolve products that will meet buyer expectations. അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എയിം എന്ന് പറയുന്നത് ലക്ഷ്യം എന്താണ്? ബയർ എക്സ്പെക്ടേഷൻസ് അല്ലെ. അവര് കൺസ്യൂമറിനെ അവർ ആഗ്രഹിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് നിർമ്മിക്കുക അല്ലെ. അതാണ് പ്രധാനമായിട്ടും പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. അങ്ങനെ നിർമ്മിച്ചാൽ മാത്രമാണ് അതിന് ഇത് ഉണ്ടാവുള്ളൂ, സെയിൽസ് ഉണ്ടാവുള്ളൂ അല്ലെ.
അതാണ് അവിടെ എടുത്ത് പറയുന്നത്. The aim of a product strategy is to evolve products that will meet buyer expectations. ബയറിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കുക അല്ലെ, അത് ആണ് പ്രധാനമായിട്ടും പ്രോഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. പ്രോഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ എയിം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. Then next നോക്കാം, പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അടുത്തൊരു ഇതാണ് പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. Distribution strategy is a method of distributing goods or service to end users. Okay, ആരാണോ ഉപഭോക്താക്കൾ അല്ലെ, അവസാനം ഉപഭോക്താക്കളിലേക്കാണ് ശരിക്കും ഈ സാധനങ്ങൾ. നമ്മളിപ്പോ എവിടെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിർമ്മിച്ചതാണ് ഇത്, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിയാലാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എവിടെ വേണമെങ്കിലും നിർമ്മിച്ചാലും അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണ്, കൃത്യമായിട്ടുള്ള പ്ലേസിൽ അവൈലബിൾ ആക്കിയാൽ മാത്രമാണ് ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചത് കൊണ്ട് അവരുടെ സെയിൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ്. അത് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയുമ്പോ എന്താണ് ഇതാണ് അല്ലെ, ഇവേ സെയിലിംഗ് ആണ് എപ്പോഴും. എന്താണ് മീഷോന്നും അവിടെ നിന്നൊക്കെ നമ്മള് എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്ത് നമ്മള് സെയിൽ ചെയ്യുന്ന അല്ലെ, പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എവിടെ വേണമെങ്കിലും അത് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാലും ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, അതിന്റെ ഗുഡ്സ് ആൻഡ് സർവീസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യൂസേഴ്സിന്റെ കയ്യിലെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഓക്കെ, അതില് പ്രധാനമായിട്ടും ഈ ഒരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായ വസ്തുക്കള് ശരിയായ പ്ലേസിൽ ശരിയായ സമയത്ത് സെയിൽ ചെയ്യുക. ഒരു അംബർലൈൻ കോട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വേനൽക്കാലത്ത് അതിന് വല്ല സെയിലിംഗ് ഉണ്ടാവുമോ? റെയിൻ കോട്ടും സംഭവങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഇല്ല അല്ലെ. അപ്പൊ അതിന് ഒരു പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ അത് സെയിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെ. അപ്പൊ റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ആണ് ആ ഗുഡ്സ് ലഭ്യമാക്കേണ്ടത്. സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽ, അതായത് ഏത് ചാനൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അത് ഇത് ചെയ്യാം അല്ലെ. വേണമെങ്കിൽ മാർക്കറ്റിൽ പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് പർച്ചേസ് ചെയ്യാം, റീറ്റെയിൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാം, ഹോൾസെയിൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവയെ അല്ലെ നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ എന്താ പറയാ എന്തെങ്കിലും അല്ലെ ഫോണിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നെറ്റ് സർവീസ് വഴി നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അല്ലെ. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും പ്ലേസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതില് പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാറ്റജി ആണ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഓക്കെ അല്ലെ, പ്ലേസും അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയും ഒക്കെ അല്ലേ. ആണോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. Okay. Then next നോക്കാം promotion strategy. A promotion strategy is a plan that is actionable to influence people about your business, create your model, leads and boost customer engagement. അതായത് നമുക്ക് എപ്പോഴും എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് പീപ്പിൾസിന് അവരുടെ ബിസിനസ്സുമായിട്ട് കൂടുതൽ അല്ലെ ആ ഒരു ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ, ബൂസ്റ്റപ്പ് ചെയ്യണം. എങ്കിലാണ് മാത്രമാണ് നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പൊതുവെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ വരുമ്പോ അത്തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മുടെ സാധനങ്ങൾ സെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആളുകളുമായിട്ട് അതിനുള്ളിലേക്ക് വരാനായിട്ട് ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി എവിടെ ഉണ്ടായിരിക്കണം അല്ലെ, അതിനുള്ളിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പൊ ബിസിനസിനെ കുറിച്ചിട്ട് ആളുകളുടെ ഇടയിൽ ഒരു ബോധ്യം ഉണ്ടാവണം അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചോദനം ഉണ്ടാകുമ്പോഴാണ് സാധനങ്ങൾ അവര് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ബ്രാൻഡുകളൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന കാരണം അവരതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ.
promotion strategy is a plan that is actionable to influence people. അവിടെ എന്താണ് പീപ്പിളിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, പ്രചോദിപ്പിക്കുകയാണ് അബൌട്ട് യുവർ ബിസിനസ് അല്ലെ, നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസിനെ കുറിച്ചിട്ട് പ്രചോദിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ക്രിയേറ്റ് മോർ ലീഡ്സ് ആൻഡ് ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്. ഓക്കെ, അവരെ കൂടുതലായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെ നമ്മുടെ സാധനങ്ങളെ പർച്ചേസ് ചെയ്യാൻ, നമ്മുടെ സാധനങ്ങൾ ഇന്നതാണെന്നൊക്കെ ഇമ്പോർട്ട്മെന്റ് വരുത്തിയിട്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ അഡ്വർടൈസ്മെന്റ് നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് ഉപഭോക്താക്കളിൽ നിന്ന് എൻക്വയറി നേടി അതിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രൊമോഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഒക്കെയാണോ? കിട്ടിയോ? മൂന്നാമത്തെ സ്ട്രാറ്റജി നോക്കിയല്ലേ. നെക്സ്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. Pricing strategy നോക്കാം. Deals with the modes of setting prices which should be both justifiable and competitive and bring in a profit. Okay, നമ്മളെ ന്യായമായിട്ടുള്ള ഒരു സാധനത്തിന്റെ വില ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അന്യായമായിട്ട് ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ആരും സാധനങ്ങൾ മേടിക്കണമെന്നില്ല. പക്ഷെ എംപ്ലോയറിനെ സംബന്ധിച്ച്, ഒരു തൊഴിലുടമയെ സംബന്ധിച്ച് എന്താണ്, ഒരു പ്രൊഡക്റ്റ് അല്ലെ മാനുഫാക്ചറിനെ സംബന്ധിച്ച് എന്താണ്, സാധനങ്ങൾ മേടിക്കും, ഉപഭോക്താക്കൾ മേടിക്കാൻ ആവശ്യമായിട്ടുള്ള കൂലിയോടൊപ്പം തന്നെ അവര് കുറച്ച് പ്രോഫിറ്റും കൂടി അല്ലെ, അവർക്കുള്ള ഒരു ലാഭം കൂടിയും അവര് കയറ്റിയിടാനായിട്ട് ശ്രമിക്കും. കാരണം അവര് തീർച്ചയായിട്ടും എന്താണ് മുതൽ മുടക്കിയത് കുറച്ച് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അന്യായമായ ഒരു വില വിളിക്കാനും പറ്റില്ല എന്ന ഒരു നിശ്ചിത ലാഭം പ്രോഫിറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും സാധനങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്. Deals with the mode of setting prices which should be both justifiable and competitive and bring in profit. എത്ര മത്സരം ഉണ്ടെങ്കിലും അവിടെ ന്യായമായ ഒരു തുക അവര് എന്താണ് ഈടാക്കും, ഒപ്പം തന്നെ എന്താണ് ചെറിയൊരു പ്രോഫിറ്റും കൂടി ശേഖരിക്കാനായിട്ടുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കും പ്രൈസിങ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെയാണോ? 4 pieces of our strategies. Okay. Strategies ഒന്ന് നോട്ട് ചെയ്തേരെ, 4 ചെറുതായിട്ട് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. വിച്ച് ഡീൽസ് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസസ് വിച്ച് ഷുഡ് ബോത്ത് അല്ലെ, ഏത് സ്ട്രാറ്റജി എന്നൊക്കെ രീതിയിലൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുക. പ്രൈസ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ദെൻ എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്. പ്രൈസിനെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? വായിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾ ദ വൺ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കാം.
അപ്പൊ നമ്മള് കണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ അല്ലെ, ഒരു പഴയ ഒരു പ്രൊഡക്റ്റിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തെടുക്കുന്ന ഒരു ഇതിൽ എന്തൊക്കെയാ പെടുന്നുള്ള കാര്യമാണ്. സ്റ്റെപ്പ് 1 ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. ഓക്കെ, നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് അല്ലെ, ഇപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രൊഡക്റ്റ് അതൊന്ന് മോഡിഫൈ ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അത് ഇൻഡിവിജ്വലി അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അല്ലെ ഒന്നിച്ച് 1, 2, 3 പേഴ്സൺസ് ഒക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ പുതിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാവുന്നതാണ്. അങ്ങനെ സ്റ്റെപ്പ് 1 അങ്ങനെ ഒരു ഐഡിയ വരുന്നു. പിന്നെ സ്റ്റെപ്പ് 2 സ്ക്രീനിങ്. അതായത് സ്ക്രീനിങ് എന്ന് പറയുന്നത് സൂക്ഷ്മ പരിശോധന അല്ലെ. Ideas that meet up with the company objective and promise for sale are taken into consideration, if not the removed. Okay, നമുക്കറിയാം എന്തായാലും ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും, ഇത്രയും സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം അല്ലെ, അത് ഉത്പാദിപ്പിച്ച് വിൽക്കേണ്ട ഒരു ആവശ്യമാണ് ഉള്ളത് എന്നുള്ളത് നേരത്തെ കൂട്ടിയ ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. എന്താണ് അത് നിശ്ചിത ഒരു കൺസിഡറേഷൻസ്, ഇത്രയും മുതൽ മുടക്കിയിട്ടാണ് ഇത്രയും ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രത്യേക കൺസിഡറേഷൻ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അവര് ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങിന് തയ്യാറാവുന്നത്. ശരിയാവോ എന്നുള്ള കാര്യമൊക്കെ ഐഡിയാസ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് അത് ഡിസിഷൻ എടുക്കുള്ളൂ അല്ലെ. ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ സൂക്ഷ്മ പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം ഒരാൾ ഓടിപ്പോയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യോ? ഒരു സാധനം ഉത്പാദിപ്പിച്ചാവുന്ന അത് ഇന്നിപ്പോ നാളെ തന്നെ തുടങ്ങിയേക്കാം, അതിന് മുതൽ അല്ലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ അവർ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം നമുക്കറിയാം അതിനതിൻ്റെതായ കുറെ രീതികൾ അവർ മനസ്സിലാക്കി. ഇപ്പൊ പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സെയിൽ ഉണ്ടാവോ, മാർക്കറ്റിൽ വിൽപ്പന നടക്കുമോ, സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആകുമോ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ്, അത്തരത്തിലുള്ള സൂക്ഷ്മ പരിശോധനയാണ് സ്റ്റെപ്പ് 2 വരുന്നത്. പിന്നെ അതിന്റെ ഒരു ഭാഗം യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ചെക്ക് ലിസ്റ്റ് പ്രകാരമാണ് അവര്, ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അത് ഓക്കെയാണ്, അടുത്ത സ്റ്റെപ്പ് ഓക്കെയാണ്, അങ്ങനെയുള്ള രീതിയിൽ ചെക്ക് ലിസ്റ്റ് ഓക്കെ ആക്കിയിട്ടായിരിക്കും അവര് ഒരു പുതിയ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഏത് സാധനമാണെങ്കിലും അത് വിപണനം ചെയ്യണമെങ്കിൽ അതിന് മോസ്റ്റ്ലി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗുണമേന്മയാണ് അല്ലെ, ക്വാളിറ്റി ഉണ്ടാവണം. അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് എന്തിനാണോ ഉപയോഗിക്കുന്നത് ആ ഉപയോഗത്തിന് അനുയോജ്യമായ ഒരു ക്വാളിറ്റിന് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് പേഴ്സണൽ. അതായത് അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ്, ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അല്ലെ. 1, 2 മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. കമ്പനീസ് കാപ്പബിലിറ്റീസ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റിന്റെ ഒരു ന്യൂ എഡിഷൻ അല്ലെ, ഒരു പുതുമയുള്ള കാര്യത്തിലേക്കാണ് എങ്കിലും തീർച്ചയായിട്ടും അവിടെ കമ്പനിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടതും ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. അതൊക്കെ എല്ലാം എന്താണ് ഇതിൽ പെടുന്നതാണ്, അത് സ്ക്രീനിങ് അല്ലെ, സൂക്ഷ്മ പരിശോധനയിൽ പെടുന്നതാണ്. എന്തൊക്കെ സാധനമാണ് ഉത്പാദിപ്പിക്കേണ്ട എന്നും അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാം. ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ആ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ അവൈലബിൾ ആകുമോ, കമ്പനിയുടെ അത് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇതെല്ലാം തന്നെ ആ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കും. വീണ്ടും ഫെസിലിറ്റീസ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പനി സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സെയിൽ ചെയ്യാൻ അല്ലെ, അത് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിനായിരിക്കും അനുകരിച്ചത്. നമ്മൾ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിയോ എന്നുള്ള കാര്യം കൂടി എന്താണ് സ്ക്രീനിങ് സൂക്ഷ്മ പരിശോധന ചെയ്യണം. സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അത് ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ ചിന്തിക്കേണ്ടിയിരിക്കും. എങ്കിൽ മാത്രമാണ് സാധനങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ. സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുണ്ടോ, അതേമാതിരി തന്നെ അത് ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർക്കറ്റിൽ വിൽപ്പന ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഓക്കെ, സ്റ്റെപ്പ് 3 നോക്കിയാണെങ്കിൽ ബിസിനസ് അനാലിസിസ് ആണ്. അതിൽ എന്താണ് പറയുന്നത്, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യലിന്. അതായത് നമ്മളെപ്പോഴും മാർക്കറ്റിലാണ് വിപണനം ചെയ്യുക. അതായത് പൊതുവെ നമ്മൾ സാധനം ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കച്ചവടത്തിൽ ഇരുന്നാൽ തന്നെ മാർക്കറ്റിൽ അത് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വന്ന് ഉപഭോക്താക്കൾ വന്ന് അത് മേടിച്ചിട്ട് പോകണം. അതിന്റെ പേരിലേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം ഷോക്കേസിലിരിക്കുന്ന വളരെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ബിസിനസ് അനാലിസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ. അതായത് മാർക്കറ്റിംഗ് അവിടെ വിപണനം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടോ, അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൈസ്, കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. മറ്റൊരു കാര്യം പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെ. അവിടെ നമുക്കറിയാം ഈ സാധനങ്ങൾ നിർമ്മിക്കുന്നതിനും സെയിൽ ചെയ്യുന്നതിനും അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിലും എന്തിനും എന്താവശ്യമാണ്? എന്തായിരിക്കും ആവശ്യം? എന്തായിരിക്കും ആവശ്യം? ഫണ്ട് ആവശ്യമാണ് അല്ലെ, ഫിനാൻസ് ആവശ്യമാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ്, കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. അപ്പൊ അതിന്റെ വളർച്ചാ നിരക്കും അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു മത്സരത്തിന്റെ സ്വഭാവവും വെച്ച് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് എന്താണ് അത് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഒരു നിശ്ചിത പ്രോഫിറ്റോട് കൂടിയിട്ടായിരിക്കും വിൽപ്പന ചെയ്യാനായിട്ട് ഏതൊരു കച്ചവടക്കാരനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയോ? അടുത്ത ഫിനാൻഷ്യൽ കാര്യം നമ്മളിപ്പം കണ്ടു. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിന്റെ ആ ഒരു വികസനം എത്രത്തോളം അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമേഴ്സ് റിയാക്ഷൻ, വാട്സ്ആപ്പ്, പാക്കേജിംഗ്, ബ്രാൻഡിങ് എക്സെട്ര. ഒരു പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്താണ് ആ പ്രൊഡക്റ്റ് എന്താണ് കൺസ്യൂമേഴ്സ് പറ്റുമോ അല്ലെ, അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അത് കിട്ടിയിട്ട് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മളൊരു സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ കൊടുക്കും. ഒരു പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഫ്രീ ആയിട്ട് സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കില്ലേ? അല്ലെ. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്താണ്? അവര് പല റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾ ഇന്ത്യന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം, എത്രത്തോളമൊക്കെ ഭേദഗതികളൊക്കെ വരുത്തണം എന്നൊക്കെ കൺസ്യൂമേഴ്സ് പറയും അല്ലെ. അതിന്റെ പാക്കേജിങ് സ്റ്റൈലിൽ ഒരു വേരിയേഷൻ വേണം, അല്ലെങ്കിൽ ഇന്ന ബോട്ടിൽ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു ഷാമ്പു ഒക്കെ ആണെങ്കിൽ ചെറിയ സെമി പാക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവര് പറയും ഓക്കെ ഇതിന്റെ കണ്ടന്റ് ഒക്കെ ഓക്കെയാണ്, ബോട്ടിൽ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. അങ്ങനെ
അവരുടേതായിട്ടുള്ള കുറച്ച് അഭിപ്രായം കൂടി ആരായാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റിനെ ഒന്ന് വികസിപ്പിക്കാനായിട്ട് അവരിൽ നിന്ന് എൻക്വയറി നടത്തുന്നത്, കൺസ്യൂമേഴ്സിൽ നിന്ന്, ഉപഭോക്താക്കളിൽ നിന്ന് എൻക്വയറി നടത്തുന്ന ഒരു സ്റ്റേജ് ആണിത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻസ്, ഫണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിങ് എക്സെട്ര. ഓക്കെ, അവരിൽ നിന്ന് അവരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെ പാക്കേജ് ചെയ്യണം, എങ്ങനെ ബ്രാൻഡിങ് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്താണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയ ഇൻ ടു എ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇവരിൽ നിന്നുള്ള ഈ ഉപഭോക്താക്കളിൽ നിന്ന്, അതായത് കൺസ്യൂമേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അവര് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് ഒക്കെ അവരായിരിക്കും അത് ഓക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി ഇന്ന ബോട്ടിൽ ഉപയോഗിക്കാം, ഇന്ന കളർ കൈകാര്യം ചെയ്യാം, ഇന്ന പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് ചേഞ്ചസ് ഒക്കെ വരും. പിന്നെ വീണ്ടും നമുക്കറിയാം ഇങ്ങനെ അവര് പറഞ്ഞ കാര്യനിർദ്ദേശങ്ങൾ സജഷൻസ് വെച്ചുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് വിപണിയിൽ പിന്നെയും ഇറക്കിയിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും അല്ലെ. ഓക്കെ, ഒരു ഉദ്ദേശിച്ച രീതിയിലൊക്കെ സെറ്റ് ആയോ എന്നോ ഒരു ഫൈനൽ ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അങ്ങനെ ആ പുതിയ പ്രൊഡക്റ്റ് അതിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. സ്റ്റെപ്പ് 6 എന്താണ് കമേഴ്ഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ വാണിജ്യവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ സാധനങ്ങൾ വിപണിയിലേക്ക് ഇറക്കിയാണ് ഓരോരോ ഷോപ്പിലേക്കോ കമ്പനികൾ വഴിയോ അങ്ങനെ അല്ലെ ഏതെങ്കിലും രീതിയിലൊക്കെ തന്നെ അവര് പ്രോഡക്റ്റ് എന്താണ് വാണിജ്യവൽക്കരിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ പുതിയൊരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന രീതിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പഴയ പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്ന കൊക്കോകോളയുടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോ കണ്ടു, അതിന്റെ പേര് മാറ്റി, കളർ മാറ്റി, അതിന്റെ ബോട്ടിലിന്റെ സംഭവങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞപ്പോ ആ പ്രോഡക്റ്റ് വിപണിയിൽ വീണ്ടും ഡിമാൻഡായി അല്ലെ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. അതിനൊരു പുതിയ പ്രോഡക്റ്റ് പുതിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുകയുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പിന്റെയൊക്കെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടാണ് അത്. ചിലപ്പോൾ നമുക്കറിയാം പല രീതിയിൽ ഒരു കമ്പനിക്ക് നമ്മൾ പല രീതിയിലുള്ള അല്ലെ പല ചിന്താഗതികൾ ഉണ്ടാവും. അവരത് എല്ലാം കൂടി നൽകി അതിന് ഇഷ്ടപ്പെട്ട ഒരു ചൂസേഷൻ നടത്തിയിട്ടായിരിക്കും പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അതൊക്കെ വെച്ചിട്ട് സ്ക്രീനിങ് നടത്തും. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ വിശകലനം അല്ലെ, അത് പല 3 രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ വിശകലനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിരുന്നു എന്താണ് സെയിൽ കിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ്, പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽസ് കിട്ടോ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കമ്പനിക്ക് അത് താങ്ങാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ എന്താണ് സെയിലും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഇവിടെ നടക്കുമോ. നമുക്കറിയാം ചില സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടില്ല, ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം അങ്ങനത്തെ അല്ലെ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടായിരിക്കാം ഉത്പാദിപ്പിക്കുന്നത്. ചിലത് ഇവിടെയുള്ള പ്രൊഡക്ഷന് ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷനായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, പുറത്തേക്ക് എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും. അപ്പൊ അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ബിസിനസ് അനാലിസിസ്. ഓക്കെ, അവിടെ നമുക്കറിയാം മാർക്കറ്റിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് അവിടെ കൺസ്യൂമേഴ്സിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ സജഷൻസ് ഒക്കെ ചോദിച്ചതിന് ആ പ്രൊഡക്റ്റിനെ വികസിപ്പിക്കുന്നു. എഞ്ചിനീയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ടെസ്റ്റ് മാർക്കറ്റില് ആ ഒരു ഉൽപ്പന്നം ടെസ്റ്റ് ചെയ്യുന്നു. കമേഴ്ഷ്യലൈസേഷൻ ഒക്കെ ആണെങ്കിൽ അത് വാണിജ്യവൽക്കരണം നടത്തുന്നു. ഓക്കെ അല്ലേ? അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ് ഇവിടെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് ന്യൂ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്.
അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വരുന്നത്. ഇവിടെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് ഇൻ ന്യൂ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഒരു പുതിയ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് അവരുടെ ആ ബിസിനസ് വിജയമാകുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുക. എന്താണ് സ്റ്റെപ്സ്, what are the steps എന്നുള്ള രീതിയിൽ നോക്കാം. Hospital marketing function has been broadly adopted as a way to learn about the markets, attract sufficient resources, evolve then appropriate services, and communicate the availability of such goods to those who may be able to buy such service. Okay, നമുക്കറിയാം എപ്പോഴും എന്താണ് ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മള് സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ, അത് തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിലാണ് പേഷ്യൻസ് വരികയുള്ളൂ അല്ലേ? ശരിയാണോ? ആണോ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിന് അനുസരിച്ചിട്ടുള്ള നല്ലൊരു സർവീസ് പ്രദാനം ചെയ്യുന്ന ഹോസ്പിറ്റലിലേ നമ്മൾ പോകാനായിട്ട് തയ്യാറാവുള്ളൂ. അതെ അല്ലെ? The hospital marketing function has been broadly adopted as a way to learn about the markets, attract sufficient resources. ഓക്കെ, അവിടെ എന്താണ് മാർക്കറ്റിന്റെ ആ കമ്പോളത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്നുള്ളത്, ആ ലക്ഷ്യം എന്താണ് നേടിയെടുക്കേണ്ടത്. അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്, നമുക്കറിയാം സഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ അട്രാക്ട് ചെയ്യുക. അപ്പൊ ഇൻ കേസ് അതിലെ റിസോഴ്സസിൽ പെടുന്ന ഒരു റിസോഴ്സസ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. ശരിയാണോ? ഹ്യൂമൻ റിസോഴ്സസും റിസോഴ്സസ് തന്നെയാണോ? അതെ അല്ലെ? അപ്പൊ ആ പുതിയ സേവനങ്ങളൊക്കെ നമ്മൾക്ക് എന്താ പുതിയ സേവനങ്ങളൊക്കെ ലഭ്യമാകാനായിട്ട് ഒരു നിശ്ചിത വർഷത്തിനുള്ളിൽ പുതിയ സേവനങ്ങൾ കുറച്ചുകൂടി വികസിപ്പിക്കും, അതല്ലെങ്കിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ആ ഒരു നിശ്ചിത പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അവിടെ സഫിഷ്യന്റ് റിസോഴ്സസ് വേണമെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ അപ്രോപ്രിയേറ്റ് സർവീസസ് ആൻഡ് communicate the availability of such goods to those who may be able to buy such services. അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു നല്ല ആശയവിനിമയം നടത്തിയിട്ടാണ് നല്ലൊരു ഗുഡ്സ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് തീരുമാനിക്കുകയുള്ളൂ. പുതിയ സർവീസുകളാണെങ്കിലും അല്ലെ നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മാത്രമേ അത് തിരിയുള്ളൂ, അതിന് വേണ്ടിയിട്ട് മുൻകരുതലെടുക്കുള്ളൂ. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട, പുതിയൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വിപുലീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെല്ലാം വെച്ച് നോക്കി അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതില് പറയുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റ് പ്ലാൻ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അത് ലേക്ക് അവിടെയുള്ള പേഷ്യൻസ് വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചിന്താഗതി വേണം അല്ലെ. അങ്ങനെ ചിന്തിച്ചെടുക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ആവശ്യമില്ലാത്ത ഒരു പ്ലേസിൽ കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു കഴിഞ്ഞില്ല, അവിടെ എല്ലാവരും പോയിന്ന് വരില്ല. ശരിയല്ലേ? നല്ല സേവനം ഉണ്ടായിരിക്കണം എന്നത് ഓക്കെയാണ്. പക്ഷെ ഈ സേവനങ്ങൾ അർഹിക്കുന്നവർക്ക് ലഭ്യമാണ്. ഒരു വലിയ ഭയങ്കര ഫിനാൻസ് മുടക്കി ഒരു വലിയ ഹോസ്പിറ്റല് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെയുള്ള ആ ഒരു പാടത്തിൽ ആ ചുറ്റുമ്പോ കോമ്പൗണ്ടിലൊന്നും ഇത്രയും എന്താണ് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നല്ല അവിടെ ജീവിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്താണ് ഒരുപാട് നേട്ടം ഉണ്ടാവില്ല. കാരണം അവരെല്ലാം പുവർ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ. അതേ പാവപ്പെട്ടവരാണെങ്കിൽ ഒരു നിശ്ചിത ഫീ ആണ് അവർക്ക് പേയ്മെന്റ് ആയിട്ട് ലഭ്യമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുക്കുള്ളൂ. ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അങ്ങനെയുള്ളവരുടെ ഇടയിൽ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിജയിക്കണമെന്നില്ല. ശരിയാണോ? ശരിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഏത് പ്ലേസിലാണോ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് അവിടുത്തെ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുപ്പിച്ചിട്ട് മാത്രമാണ് അത് ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മള്
വിപണനത്തില് നമ്മൾ നല്ലൊരു ആശയവിനിമയം നടത്തിയാൽ മാത്രമാണ് വിപണനം സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അവിടെ ദ എലമെന്റ്സ് ഓഫ് എ മാർക്കറ്റിംഗ് പ്ലാൻ, ഏതൊക്കെ എലമെന്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്ലാനിലുള്ളത് നോക്കാം. ഫസ്റ്റ് വണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റിംഗ് റിസർച്ച്. ഓക്കെ, മാർക്കറ്റിംഗ് റിസർച്ച് നടത്താനായിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. അനലൈസ് റിസർച്ച്, അതിനുശേഷം റിസർച്ച് അനലൈസ് ചെയ്യുക. എന്താണ് വിലയിരുത്തുക. ഐഡന്റിഫൈ ബഡ്ജറ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ബഡ്ജറ്റുമായിട്ട് നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജീസ് ഒത്തു പോകുന്നുണ്ടോ നോക്കാം. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ക്രിയേറ്റ് ആണ്. ഇവാലുവേഷൻ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ നടപ്പാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് വികസിപ്പിക്കാനായിട്ട്, അതായത് ഒരു ഹോസ്പിറ്റൽ ഫോം ചെയ്തിട്ട് അത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് വിലയിരുത്തണം. നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ചിട്ട് കൺസ്യൂമേഴ്സിൽ നിന്ന് അവരുടെ സജഷൻസ് സ്വീകരിച്ചു അല്ലെ. അപ്പൊ എന്നിട്ട് വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിച്ചത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഇംപ്ലിമെന്റേഷൻ ഒക്കെ അല്ലെ, നടപ്പാക്കിയ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് നടപ്പാക്കിയതിന് ശേഷം ഇത് വിലയിരുത്തണം. ഓക്കെ, സക്സസ് ആയിട്ട് വിജയിച്ചു പോകുന്നുണ്ടോ, അവിടെ കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസ് ലഭ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മതിയായ സൗകര്യങ്ങളെല്ലാം അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് എന്താണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. ആ സ്റ്റെപ്സ് കഴിയുന്നതോടൊപ്പം നമ്മുടെ പോർഷൻസ് അവസാനിക്കും. കുറച്ച് ഭാഗം ലാസ്റ്റ് ഭാഗം മാറ്റിയുണ്ട്. നിങ്ങൾ ആ പോയിന്റ്സ്, നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് ഇല്ല എങ്കിൽ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് പോയിട്ട് ഫസ്റ്റ് പോയിന്റ് എന്താണ്? വാല്യുവേഷൻ പ്രോസസ്സും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ പോയിന്റ് ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. ആദ്യം സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ആണ്, അങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ഇങ്ങനെ തന്നെയാണോ ടെക്സ്റ്റിലും കിടക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റുകളിൽ നമ്പർ ഇട്ട് തന്നിട്ടുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലാണോ? കറക്റ്റ് ആണ്. നമ്പർ വിദേശീയം നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? വിദേശീയം നമ്പർ ഇല്ല. നിങ്ങൾ വിദേശീയത്തിനും നമ്പർ ഇടാം, അപ്പൊ പഠിക്കാൻ എളുപ്പമായിരിക്കും. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, സെക്കൻഡ് വൺ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, അങ്ങനെ നമ്പർ ഇട്ട് പോകും. ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, ഇതിനെ നമ്പർ ഇടുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് വൺ ഒന്ന് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, സെക്കൻഡ് വൺ കണ്ടക്ട് മാർക്കറ്റിംഗ് റിസർച്ച്, അങ്ങനെ തേർഡ് വൺ അനാലിസിസ് റിസർച്ച്, ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്, അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. ഫസ്റ്റ് പോയിന്റ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ആണ്. Set a truthful and measurable aims to achieve over the next 18 to 24 months. നമ്മളെപ്പോഴും എന്താണ് ഒന്ന് കൃത്യമായിട്ട് തന്നെ ആക്കണം, ഒരു എയിം ഉണ്ടാവണം, ഒരു ഡിസിഷൻ ഉണ്ടാവണം അല്ലെ. അപ്പൊ സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ അളവുകള് വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഒരു 18-24 months അല്ലെ, അതിനുള്ളിൽ എങ്ങനെയാണ് നമ്മുടെ രീതിയിലായിരിക്കാം നമ്മൾ മൈൻഡിലേക്ക് വെക്കേണ്ടത്. Due to swift changes happening in the healthcare environment, we do not suggest a plan specific activities more than 2 years in advance. Due to swift change, നമുക്കറിയാം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. എപ്പോഴും ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ നമുക്കറിയാം മെഷീന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഓപ്പറേഷൻ വരെ എന്താണ് കീബോർഡ് സർജറി, കമ്പ്യൂട്ടർ ബേസ് അല്ലെ, അതിനോടൊപ്പം പുതിയ സർജറികൾ, അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ട് ഇല്ലേ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലാണ് സർവീസുമായിട്ട് കൂടിയിട്ട് സേവനങ്ങൾ പ്രദാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയൊക്കെ എപ്പോഴും കൺസിഡർ ചെയ്യണം. We do not suggest a plan specific activities more than 2 years in advance. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 വർഷത്തിനേക്കാൾ അപ്പുറം ചിന്തിക്കരുത്. കാരണം ഇപ്പൊ പുതുമ പെടപെടാവുന്നതാണ് പുതുമ വരുന്നത് അല്ലെ. ഇപ്പൊ 2 വർഷം വരേക്കും പിടിച്ചു നിൽക്കാത്ത വിധത്തിലുള്ള പുതുമ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യും. അതിന് എന്താണ് വീണ്ടും എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട് നോക്കുക. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് സീൻ ഇൻ ദ practice by a 5% with the first 6 months and 10% by the end of the first year. Expand the number of new patients seen in the practices by 5% within the first 6 months. അല്ലെ, ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്താ പറയാ, ഒരു പേഷ്യൻസിന്റെ ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു 5 പേര് അല്ലെ, അവരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ 10% by the end of the first year. അതായത് ഫസ്റ്റ് രണ്ടാമത്തെ അല്ലെ ഒരു ഇയറിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് കുറച്ച് കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യും. കൂടുതലായിട്ട് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ 5% പേഷ്യൻസ് എങ്ങനെയെങ്കിലും ആ ഒരു രീതിയിൽ കൂട്ടാനായിട്ട് പറ്റുന്ന രീതിയിൽ ആദ്യം തന്നെ ഒരു 5% പേഷ്യൻസിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഒരു 10% കൂട്ടുക. അങ്ങനെ ഒറ്റയടിക്ക് അതിനെ വികസനം വരുത്താത്ത രീതിയിലുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണമെങ്കിൽ എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% വിതിൻ 24 months. 24 മാസത്തിനുള്ളിൽ ഒരു 30% എങ്കിലും അല്ലെ, അത്രയുമെങ്കിലും നമുക്ക് എന്താണ് റവന്യൂ ഉണ്ടാകണം, വരുമാനം ഉണ്ടായിരിക്കണം. Expand your gross revenue by 30% within 24 months. 24 മാസത്തിനുള്ള, അതായത് നമുക്കറിയാലോ എത്ര വർഷം എത്തിയപ്പോ 24 months എന്ന് പറയുമ്പോ നാച്ചുറലി അറിയാവുന്നതല്ലേ. 24 months എന്ന് പറഞ്ഞാൽ 2 വർഷം അല്ലെ. 2 വർഷത്തില് എത്ര വരുമാനം ഉണ്ടാക്കണം നോക്കാം. എത്രമാത്രം വരുമാനം ഉണ്ടാക്കണം? ഗ്രോസ് റവന്യൂ 30%. ആ വരുമാനം എന്ന് പറയുന്നത് 30% ഉണ്ടാക്കത്തക്ക വിധത്തിൽ 3 വർഷം ആ 2 വർഷം കൊണ്ട് 30% ഉണ്ടാക്കത്തക്ക വിധത്തിലായിരിക്കണം നമ്മൾ അതിനെ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേയില് ക്ലാസ് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വിലയിരുത്തല് ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.